ഹൃദയപൂർവം ഭാഗം 83. രണ്ടുപേരുടെയും കണ്ണുകളിൽ പ്രണയമായിരുന്നു. അവളിലേക്ക് അലിഞ്ഞു ചേരാൻ വേണ്ടി നിൽക്കുന്ന ഹൃദയവുമായി മാധവ് നീന്നു. അവന്റെ കൈകൾ അവളുടെ ശരീരത്ത് തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ശരീരവും മനസ്സുമെല്ലാം ഒരു പട്ടം പോലെ പറന്നുകൊണ്ടിരുന്നു. അവൻ അവളെ രണ്ട് കൈകൾ കൊണ്ടും കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. എന്നാൽ ഇതേ സമയം ആ വീടിന്റെ വെളിയിൽ ഒരു വണ്ടി വന്ന് നിന്നിരുന്നു. ആ വണ്ടിയിൽ നിന്നും ഒരു ജോഡി കണ്ണുകൾ അവരുടെ ബാൽക്കണിയിലേക്ക് തന്നെ നോക്കി. മാധവിന്റെയും ലക്ഷ്മിയുടെയും പ്രണയ നിമിഷങ്ങളെ പകർത്തുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണിൽ മഴയിൽ നൃത്തം ചെയ്യുന്ന ആ പെണ്ണ് മാത്രമായിരുന്നു ആ സമയം. കണ്ണിൽ മാത്രമല്ല, അതവന്റെ ഫോൺ ക്യാമറകളും പകർത്തിയെടുത്തിരുന്നു. മാധവ് അവളെ എടുത്ത് വട്ടം ചുറ്റുന്നതും അവളെ ചേർത്ത് പിടിക്കുന്നതും കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവപ്പ് വീണു. കുറച്ചു സമയം കൂടി ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവൻ ചാരിക്കിടന്നു. പിന്നെ ഒന്നുകൂടി ആ വീടിന്റെ ബാൽക്കണിയിലേക്ക് നോക്കി അവന്റെ കാറ് ദേവർമഠം ലക്ഷ്യമാക്കി പാഞ്ഞു. ദേവർമഠത്തിന്റെ മുന്നിൽ വന്നു നിന്ന വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന സച്ചിദേവിനെ കണ്ടതും ഹാളിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന സന്ദീപും സഞ്ജയും പുറത്തേക്ക് വന്നു. നീ എന്താ ഇന്ന് വന്നത്? അവര് ഡിസ്ചാർജ് ആകുമ്പോഴേ വരുമെന്ന് പറഞ്ഞിട്ട് സന്ദീപ് ചോദിച്ചു. അതെന്താ, ഞാനിപ്പോ വന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സച്ചിദേവ് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സന്ദീപ് പറഞ്ഞു. രാവിലെ വിളിച്ചപ്പോ അമ്മയാണ് ഇങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് നിന്നെ ഇവിടെ കണ്ടപ്പോ ചോദിച്ചതാണ്. അതിലെന്താണ് തെറ്റ്? സഞ്ജയും ചോദിച്ചു. അവിടെ അച്ഛനും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി അവിടെ നിൽക്കണ്ടേ എന്ന് അച്ഛനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സച്ചിദേവ് പറഞ്ഞുകൊണ്ട് പടികൾ കയറി മുകളിലേക്ക് പോയി. ഇവനോട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും അപ്പോൾ ദേഷ്യമാണ്. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്ന സഞ്ജയ് പറഞ്ഞു. അതിന് പുറമേ നിന്ന് ആരെയും കുറ്റം പറയാൻ നിൽക്കണ്ട. എല്ലാത്തിനും കാരണം അമ്മയാണ്. അമ്മയുടെ ഗുണ്ടയെ പോലെയാണ് അവൻ നടക്കുന്നത്. എന്ത് പറഞ്ഞാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്തോളും. അച്ഛൻ വഴക്ക് പറയുമ്പോൾ പോലും അമ്മ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവൻ ഇത്രയും വഷളായി പോയത്, സന്ദീപ് പറഞ്ഞു. എന്നാൽ റൂമിലേക്ക് വന്ന സച്ചിദേവ് ആകെ ദേഷ്യത്തിലായിരുന്നു. കുറച്ചു മുമ്പ് കണ്ട കാഴ്ച അവന്റെ മനസ്സിനെ തകർക്കുന്നതായിരുന്നു. അവൻ കുറച്ചുനേരം കണ്ണടച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. തന്റെ പ്രതിബിംബത്തെ നോക്കി. പിന്നെ എന്തോ ഓർത്തതുപോലെ കയ്യിലെ ഫോണിലേക്ക് കുറച്ചു മുമ്പ് പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നോക്കി. അതിൽ മനോഹരമായി നൃത്തം ചെയ്യുന്ന ലക്ഷ്മി, അവളോടൊപ്പം തന്നെ മഴയത്ത് നിൽക്കുന്ന മാധവ് അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതും അവളെ കെട്ടിപ്പിടിക്കുന്നതും എടുത്തുയർത്തുന്നതും വട്ടം കറക്കുന്നതും എല്ലാം ആ വീഡിയോയിലുണ്ട്. അവന്റെ കൈകൾ ടേബിളിൽ ഇരുന്ന ബോഡി സ്പ്രേയുടെ കുപ്പിയിൽ അമർന്നു. അവന്റെ ദേഷ്യം മുഴുവനും അവൻ ആ സ്പ്രേയുടെ കുപ്പിയിലേക്ക് തീർത്തു. ആ കുപ്പി ഞെരിഞ്ഞ് അമരുന്നത് പോലെ വലിയൊരു ശബ്ദത്തോടെ അതിന്റെ മുകളിലെ ഭാഗം തെറിച്ചു പോയി. ആ മുറി മുഴുവനും ആ ബോഡി സ്പ്രേയുടെ മണം നിറഞ്ഞു. എന്നിട്ടും വീഡിയോയിലേക്ക് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി. ആ ബോട്ടില് അവന്റെ കൈക്കുള്ളിൽ ചതഞ്ഞു പോയിരുന്നു. എന്നാൽ മാധവിന്റെ റൂമിൽ മഴയിൽ നനഞ്ഞ രണ്ടുപേരുടെയും ശരീരത്തിന്റെ തണുപ്പ് രണ്ടുപേരുടെയും ഒന്നുചേരലിൽ ചൂടായി മാറിക്കൊണ്ടിരുന്നു. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂട് കൈമാറിക്കൊണ്ട് ദീർഘനേരത്തെ അവരുടെ പ്രണയ നിമിഷത്തിന്റെ തളർച്ചയിൽ മാധവിന്റെ നെഞ്ചിൽ ചേർന്ന് ലക്ഷ്മി കിടന്നു. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു പുതപ്പിനുള്ളിൽ മഴയത്ത് പ്രണയ ചൂടിൽ തളർന്ന് മാധവും അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. രണ്ടുപേരുടെയും ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. രാവിലെ കണ്ണു തുറന്ന മാധവ് ആദ്യം നോക്കിയത് ക്ലോക്കിലേക്കായിരുന്നു. സമയം 6:30 കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും എഴുന്നേൽക്കുന്ന പെണ്ണ് എഴുന്നേൽക്കാതെ ആയപ്പോൾ ചെറിയൊരു ടെൻഷനോടെ അവൻ അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു. അവളുടെ ശരീരത്തിന് ചൂടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് അവന് ആശ്വാസം തോന്നിയത്. ഇന്നലെ രാത്രി എപ്പോഴും കണ്ണു തുറന്ന മാധവ് അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പനിയുടെ ഒരു ടാബ്ലറ്റ് കൊടുത്തിരുന്നു. ചെറിയൊരു ചൂട് ശരീരത്തിന് തോന്നിയതും രണ്ടുപേരും മെഡിസിൻ കഴിച്ചിട്ടാണ് കിടന്നത്. മാധവ് അവളുടെ നേരെ തിരിഞ്ഞു കിടന്നു. അവളുടെ മുഖം അവന്റെ നേരെ മുൻപിൽ ആയിരുന്നു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തായിരുന്നു. മറച്ചു വച്ചിരിക്കുന്നത് പോലെയുള്ള പുരികക്കൊടിയും ഭംഗിയുള്ള നീളൻ മൂക്കും, അതിനേക്കാളെല്ലാം അവളുടെ മുഖത്തിന് ഭംഗി കൂട്ടുന്ന വിടർന്ന ഭംഗിയുള്ള ചെറിയ മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ നോക്കിക്കണ്ടു. അവന്റെ വലത് കൈയുടെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിൽ ചെന്ന് പതിയെ ഒന്ന് തൊട്ടു. പിന്നെ അവന്റെ കൈകൾ അവളുടെ കവിളിലും ഒന്ന് തലോടി. അതറിഞ്ഞതും പതിയെ കണ്ണു തുറന്ന ലക്ഷ്മി കാണുന്നത് തന്റെ മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന മാധവിന്റെ മുഖമായിരുന്നു. കണ്ണിൽ തിളക്കവുമായി ഒരു കുസൃതി ചിരിയുമായി താടിക്കും മീശയ്ക്കും ഇടയിൽ കാണുന്ന ആ ചുവന്ന ചുണ്ടിൽ വിരിയുന്ന ആ പുഞ്ചിരിയിലേക്കും അവളുടെ നോട്ടം ചെന്നു. ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ പതിയെ ചോദിച്ചു. അവൾ ഇല്ല എന്ന് പറഞ്ഞു. ഇന്ന് സ്കൂളിൽ പോണോ? അവൻ ചോദിച്ചു.
അപ്പോഴാണ് അവൾ സമയം നോക്കിയത്. 6:30 എന്ന് കണ്ടതും അവൾ വേഗം എഴുന്നേറ്റു. എന്നെ എന്താ മാധവേട്ട വിളിക്കാതിരുന്നത്? അവൾ ചോദിച്ചു. ഞാനും ഇപ്പോഴാണ് പെണ്ണെ കണ്ണു തുറന്നത്. നീ അടുത്തുള്ളപ്പോ ഞാനും ഒന്നും അറിയുന്നില്ല, അവൻ പറഞ്ഞു. അവൾ വേഗം അഴിഞ്ഞു വീണ മുടിയെല്ലാം ചുറ്റിക്കെട്ടി ഓടി വാഷ്റൂമിലേക്ക് കയറുന്നത് കണ്ടതും പതിയെ പോലെച്ചു വീഴും. അതിന് മാത്രം സമയമായിട്ടില്ല. ഇനി വൈകിയാൽ തന്നെ ഞാൻ കൊണ്ടുപോയി ആക്കി തരാം, മാധവ് പറഞ്ഞു. അപ്പോ മാധവേട്ടൻ എന്ന ബസ്സിൽ പോകുന്നില്ലേ? ലക്ഷ്മി ചോദിച്ചു. ഇല്ല, ഇന്ന് എനിക്കും സന്ദീപിനും കൂടി ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ബാത്റൂമിന്റെ വാതിക്കൽ നിന്ന് ചോദിക്കുന്ന അവളോട് അവൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാനും ലീവ് ആക്കിയാലോ? ബാത്റൂമിന്റെ ഡോർ അടയ്ക്കാതെ നിന്ന് അവൾ ചോദിച്ചതും വേണ്ട, എനിക്ക് ലീവ് എടുക്കാൻ ആരുടെയും പെർമിഷൻ വേണ്ട. ആരും എന്നോട് ചോദിക്കുകയില്ല. പക്ഷേ എന്റെ ലച്ചുവിന് അങ്ങനെയല്ല. കാര്യം ശോഭനാമ ലീവൊക്കെ അനുവദിക്കുമായിരിക്കും. പക്ഷേ എന്തിനാണ് നമ്മൾ ആ കുട്ടികളുടെ പ്രാക്ക് വാങ്ങി വെക്കുന്നത്? ഇനിയിപ്പോ ഒരുപാട് ലീവ് എടുത്താൽ എക്സാം ടൈം ആകുമ്പോൾ പിന്നെ തല്ലി പിടിച്ച് പോർഷൻസ് തീർക്കേണ്ടി വരും. അപ്പൊ പിള്ളേർക്കൊന്നും മനസ്സിലാവുകയില്ല. എന്റെ ലച്ചു ടെൻഷൻ അടിക്കുകയും ചെയ്യും. പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞ വഴക്ക് പറയാൻ പറ്റുമോ? ടീച്ചർ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ ഒപ്പം ഹണിമൂണും എല്ലാം ആയിട്ട് നടക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിച്ചില്ല എന്ന് കുട്ടികൾ പറയും. അതുകൊണ്ട് വേണ്ട, ആവശ്യമുള്ളപ്പോൾ നമുക്ക് ലീവ് എടുക്കാം. പിന്നെ എന്തായാലും നാളത്തെ കഴിഞ്ഞ ലീവ് എടുക്കണം, മാധവ് പറഞ്ഞു. എന്നാൽ ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം, അവൾ പറഞ്ഞു. അയ്യോ, ഞാൻ ഡ്രസ്സ് എടുത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോയ അവളെ ഞാൻ എടുത്തു തരാം, അവൻ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും ലക്ഷ്മി ബാത്റൂമിന്റെ ഡോർ അടിച്ച് വേഗം ഫ്രഷ് ആവാൻ തുടങ്ങി. അവൾ ഫ്രഷായി കഴിഞ്ഞതും ബാത്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കട്ടിലിൽ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ടു. ആളെ അവിടെ കാണാതായതും അവൾ ടവൽ കൊണ്ട് മാറുവരെ ഉടുത്തുകൊണ്ട് റൂമിലേക്ക് വന്നു. അപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന മാധവിനെ കണ്ടത്. അവൾ വേഗം ഡ്രസ്സുമായിട്ട് വീണ്ടും ബാത്റൂമിലേക്ക് കയറി. ഡ്രസ്സുമിട്ട് പുറത്തേക്ക് വന്നതും മാധവ് ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സന്ദീപാണ് വിളിച്ചത്. സച്ചിദേവ് ഇന്നലെ എത്തിയിട്ടുണ്ട് എന്ന്. സന്ദീപിന് നല്ല ടെൻഷനുണ്ട്. അന്ന് നടന്ന സംഭവത്തില് അവിടെ സച്ചിദേവിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് അവൻ പേടിയോടെയാണ് എന്നോട് ചോദിച്ചത്, മാധവ് പറഞ്ഞതും അത്രയും നേരം സന്തോഷത്തിലുണ്ടായിരുന്ന ലക്ഷ്മിയുടെ മുഖം മാറി. ഞാൻ കണ്ടതാ മാധവേട്ട സച്ചിദേവിനെ. ഹരി ഓടിച്ചെന്ന് വീണത് സച്ചിയുടെ ദേഹത്തായിരുന്നു. പക്ഷെ ആ സമയം സച്ചിദേവ് എന്നെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, ലക്ഷ്മി പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ദേഷ്യം വരുന്നതും ആ ദിവസം ഓർത്തതുപോലെ അവളുടെ കണ്ണുകൾ നിറയുന്നത് അറിഞ്ഞതും മാധവ് അവളെ ചേർത്ത് പിടിച്ചു. അവളും മാധവിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. കുറച്ചുനേരം അവളെ അങ്ങനെ ചേർത്ത് നിർത്തി. അവൾക്കിപ്പോൾ താൻ ഉള്ളതാണ് ആശ്വാസമെന്ന് അവന് തോന്നി. അല്പസമയം കഴിഞ്ഞതും അയ്യോ, ഞാൻ മറന്നു, ഞാൻ താഴേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി. അത് കണ്ടതും അത് എന്തിനാണെന്ന് അറിയാവുന്ന അവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ടവലുമായി ബാത്റൂമിലേക്ക് കയറി. അതെ ഏട്ടാ, ശരത്തേരനെ കൊണ്ടുവരാൻ പോകുമ്പോൾ ഞങ്ങൾ കൂടി വരട്ടെ? മിത്ര രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ മാധവിനോട് ചോദിച്ചു. അതെന്തിനാ, അവനിങ്ങോട്ടല്ലേ വരുന്നത്? സീതാമ്മ ചോദിച്ചു. അയ്യോ ഞാനില്ല, എനിക്കന്ന് മാച്ചുള്ളതാണ്, പെട്ടെന്ന് മനു പറഞ്ഞു. ഇവൻ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വരുന്നുണ്ട്, മിത്ര പറഞ്ഞു. ദേ മാധവേ, ഇവളെ നീയൊക്കെ കൂടിയാണ് ഇങ്ങനെ വഷളാക്കുന്നത്. അവൾ എന്തു പറയുന്നോ അത് കേട്ട് അനുസരിക്കാതെ അവൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞ് അനുസരിച്ചില്ലെങ്കിൽ നല്ല അടി കൊടുക്കുകയേ വേണ്ടത്, അല്ലാതെ അവളുടെ താളത്തിന് തുള്ളുകയല്ല. ദേഷ്യത്തോടെ സീതാമ്മ പറഞ്ഞതും അതിന് അവൾ വാശിയൊന്നും കാണിച്ചില്ലല്ലോ. അവൾക്ക് ഞങ്ങളുടെ ഒപ്പം ശരത്തിനെ കൊണ്ടുവരാൻ വരണമെന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, മാധവ് പറഞ്ഞു. അപ്പോ എന്നെ കൊണ്ടുപോയേട്ടാ? മിത്ര സന്തോഷത്തോടെ ചോദിച്ചു. മോൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഒപ്പം വരാം, പക്ഷേ ഇപ്പോൾ ശരത്തിനെ കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒപ്പം വന്നാ ശരത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ശനിയും ഞായറും ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത്, ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ശനിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ചയാകും വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അവധി എടുക്കേണ്ടി വരും. ഇപ്പോ ശരത്തിനെ കൊണ്ടുവരാൻ പോകുന്നതിന്റെ പേരിൽ അവധി എടുത്താൽ അന്ന് അവധി തരില്ല. അപ്പോ ഞങ്ങളുടെ ഒപ്പമുള്ള ആ യാത്രയിൽ വരാൻ പറ്റില്ല, മാധവ് പറഞ്ഞതും അവൾ സങ്കടത്തോടെ മുഖം കുനിച്ചു. ഏത് വേണമെന്ന് മോള് തന്നെ തീരുമാനിക്ക്, മാധവ് പറഞ്ഞു. ഞാൻ എല്ലാവരും കൂടിയുള്ള യാത്രയിൽ വരാം, അവൾ ചെറിയൊരു വിഷമത്തോടെ പറഞ്ഞു. അതെ, അതാണ് നല്ലത്. ഇതിപ്പോ രാവിലെ ഞങ്ങൾ ശരത്തിനെ കൊണ്ടുവരാൻ പോയാ രാത്രിയാവുമ്പോഴേക്കും വരും. പിന്നെ എന്തിനാ വരുന്നത്? അതും വണ്ടിയിലാണെങ്കിൽ ഞങ്ങൾ ഇത്രയും പേരുണ്ട്. അന്ന് ഗംഗയുടെ എറണാകുളത്തുള്ള ബ്രൈഡൽ സ്റ്റുഡിയോയിൽ ഒന്ന് കയറണം. ഇനി അങ്ങോട്ട് കുറെ ചടങ്ങുകളില്ലേ? ഇനി നവീന്റെ വീടിന്റെ താമസം, ഇഷാനിയുടെയും നവീന്റെയും വിവാഹ നിശ്ചയം, പിന്നെ ഗംഗയുടെ ബ്രൈഡൽ സ്റ്റുഡിയോ, അങ്ങനെ കുറെ കാര്യങ്ങൾ.
അത് കഴിയുമ്പോൾ പിന്നെ ഇഷാനിയും ശരത്തും ഗംഗയും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും. മാധവ് പറഞ്ഞു. ഇത്ര നൈസായിട്ടാണ് ഏട്ടൻ അവളെ ഒഴിവാക്കിയത് എന്ന് നോക്കിക്കേ. മനു കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും മിത്ര കൊഞ്ഞനം കാണിച്ചു. ഏട്ടൻ പറഞ്ഞത് ശരിയാണ്. ഈ രാവിലെ പോയി വൈകുന്നേരം വരുന്നതിന് ഞാനെന്തിനാ കൂടെ പോകുന്നത്? അവൾ പറഞ്ഞു. എന്നാൽ അവളുടെ മനസ്സിൽ എന്താണെന്ന് ലക്ഷ്മിക്ക് അറിയാം. ദേവികയെ കാണണം എന്നുള്ള ആഗ്രഹമാണ്. അത് മനസ്സിലായതുപോലെ ലക്ഷ്മി അവളെ നോക്കി, പിന്നെ മാധവിനെയും. മാധവ് ലക്ഷ്മിയെ കണ്ണു ചിമ്മി കാണിച്ചു. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ വരുമ്പോ എന്റെ മിത്ര കൊച്ചിന് നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി കൊണ്ടുവരുന്നുണ്ട്. മാധവ് പറഞ്ഞതും ഇത്രയും നേരം ഉണ്ടായിരുന്ന അവളുടെ മുഖത്തെ സങ്കടം മാറി. ആണോ ഏട്ടാ? അവൾ ചോദിച്ചു. അതേലോ. അപ്പോ എനിക്കോ? മനു ചോദിച്ചു. നിനക്ക് സർപ്രൈസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എന്റെ മിത്ര കൊച്ചിന് സർപ്രൈസ് ആണ്. മിത്രയ്ക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും. മാധവ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. അതെന്താ മോളെ അങ്ങനൊരു സർപ്രൈസ്? മാധവിന്റെ അച്ഛൻ ചോദിച്ചതും എനിക്കറിയില്ല അച്ഛാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ലക്ഷ്മി പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, കാത്തിരിക്കാം. മാധവിന്റെ അച്ഛനും ചിരിയോടെ പറഞ്ഞു. ലക്ഷ്മിയും മിത്രയും മനുവും കൂടി പുറത്തേക്കിറങ്ങിയതും മാധവ് കാർ എടുത്തിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന സാന്ദ്രയെ കണ്ടതും ഉദയൻ എവിടെ? മാധവ് ചോദിച്ചു. നേരത്തെ പോയി, അത്യാവശ്യമായിട്ട് ഏതൊരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോണം എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര കാറിലേക്ക് കയറി. മാധവിന്റെ കാറ് പുറത്തേക്ക് ഇറങ്ങിയതും കുറച്ചുനേരം ഗേറ്റിന് പുറത്ത് നിർത്തി. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ദിവ്യയെയും ലാവണ്യയും കണ്ടു. വേഗം വാ, മിത്ര കൈകാട്ടി വിളിച്ചതും രണ്ടുപേരും വേഗം കാറിനടുത്തേക്ക് വന്നു. ഈ ബസ് സ്റ്റോപ്പ് വരെ പോകാൻ എന്തിനാ കാർ എടുക്കുന്നത്? ദിവ്യ ചോദിച്ചു. നമ്മളെ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ പോകുന്നത് മാധവേട്ടനാണ്. ഇനി നീ ബസ്സിലെ വരുന്നുവെങ്കിൽ ബസ്സിൽ വന്നാ മതി, മിത്ര പറഞ്ഞു. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം കയറി. അത് കണ്ട് മാധവും എല്ലാവരും ചിരിച്ചു. മാധവ് അവരെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം സന്ദീപിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തേക്കാണ് പോയത്. മാധവ് അവിടെ എത്തിയതും സന്ദീപിന്റെ കാറും വന്നു നിന്നു. അവരൊരുമിച്ചാണ് ആ ബിൽഡിംഗ് കയറി കണ്ടത്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മാധവിനും ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്, നല്ല ഏരിയയാണ്, എന്തുകൊണ്ടും നല്ല സൗകര്യം തന്നെയാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശരത്ത് കൂടി വന്നിട്ട് ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ പോരെ? പെട്ടെന്ന് ഒരു ലോൺ എടുത്ത് ഒരു ബാധ്യത വരുത്തി വെക്കേണ്ട എന്നാണ് എന്റെ അഭിപ്രായം, മാധവ് പറഞ്ഞു. എന്തായാലും നമുക്ക് നാളത്തെ കഴിഞ്ഞ് ശരത്ത് വരുമല്ലോ. അതിന്റെ കൂടെ അടുത്ത ദിവസം തന്നെ ഞാൻ അവനെ കൊണ്ടുവന്ന് ഇത് കാണിക്കാം, അവനോട് കാര്യങ്ങൾ പറയാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ? മാധവ് വീണ്ടും ചോദിച്ചു. മതി, പക്ഷേ അതിനു മുമ്പ് എന്റെയും ഗംഗയുടെയും കാര്യം പറയുമ്പോൾ എങ്ങനെയായിരിക്കും ശരത്ത് പെരുമാറുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഇനി ശരത്ത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കില്ല എന്നുണ്ടോ? മാധവ് ചോദിച്ചു. അതില്ല, എന്നാലും ഒരു അളിയനെ കിട്ടുന്നത് കളയണ്ട എന്ന് കരുതിയിട്ടാണ്, സന്ദീപ് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. എന്നിട്ട് എന്താ മാധവ് തീരുമാനം? വെളുപ്പിന് തന്നെ നമുക്ക് പുറപ്പെടാം, വെള്ളിയാഴ്ച അല്ലേ? സന്ദീപ് ചോദിച്ചു. അതെ, വെളുപ്പിന് തന്നെ പുറപ്പെടണം. എന്നാ ശരത്ത് എത്തുമ്പോഴേക്കും നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവികയെ കാണണ്ടേ? വേണം. പിന്നെ നീ ദേവികയെ വിളിച്ചിരുന്നോ? മാധവ് സന്ദീപിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് സച്ചി എത്തിയിട്ടുണ്ട്. സച്ചി വെള്ളിയാഴ്ച തറവാട്ടിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. വെള്ളിയാഴ്ച ആണല്ലോ വീട്ടിലേക്ക് സിത്താരയെ കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവരാതെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി ഒരാഴ്ച നിർത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സച്ചി മാത്രമല്ല, സഞ്ജയും പോകുന്നുണ്ട്. ഇന്നലെ എന്നോട് ചോദിച്ചു സഞ്ജയ് വരുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു ആവശ്യത്തിന് പോകണമെന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞത്. ആ ഒരു തിരക്കിനിടയിൽ അവര് ദേവികയുടെ കാര്യം അവിടെ ശ്രദ്ധിക്കപ്പെടില്ല. ഈശ്വറും എല്ലാവരും സച്ചി കൂടി ചെല്ലുന്നത് കാരണം തറവാട്ടിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത, സന്ദീപ് പറഞ്ഞു. ഇനിയിപ്പോ ആരുണ്ടെങ്കിലും അന്നത്തെ ദിവസം ദേവികയെ നമ്മൾ കണ്ടിരിക്കും. ദേവികയെ കാണുക മാത്രമല്ല, നമ്മൾ നല്ലൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യും അന്നത്തെ ദിവസം. മാധവ് പറഞ്ഞുകൊണ്ട് നടന്നതും സന്ദീപ് ഒന്ന് നിന്നു. എന്താ മാധവ് ഉദ്ദേശിക്കുന്നത്? സന്ദീപ് ചോദിച്ചു. നിന്നോട് പറയാൻ തന്നെ ഇരുന്നൊരു കാര്യമാണ്. ദേവിക നമ്മുടെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ അന്നത്തെ ദിവസം ദേവികയെ നമ്മൾ കൊണ്ടുവരും. മാധവ് പറഞ്ഞതും അതെങ്ങനെ? അത് ശരിയാവോ? അത് മാത്രല്ല, ദേവിക സമ്മതിക്കുമോ? സമ്മതിക്കുമോ എന്നാണ് ആദ്യം അറിയേണ്ടത്. സമ്മതിച്ചാൽ നമ്മൾ കൊണ്ടുവരും. ഇനിയും ആ പെൺകുട്ടിയെ ആരുമില്ലാതെ അവിടെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാൻ മനസ്സ് എന്താ സമ്മതിക്കുന്നില്ല? നമ്മുടെ സഹോദരിമാർക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു?
ആ ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഒരു സഹോദരൻ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുന്നു. അവരുടെ ഇടയിലേക്ക് അവളെ വിട്ടുകൊടുക്കാതെ, ഒറ്റപ്പെട്ട് ജീവിക്കാൻ അനുവദിക്കാതെ നമ്മുടെ സന്തോഷത്തിലേക്ക് അവളെ കൊണ്ടുവരുന്നു. ഉദയനോട് ഞാൻ പറഞ്ഞിരുന്നു, അവനും സമ്മതമാണ്. എനിക്കും ഉദയനും ഇപ്പോൾ നിനക്കും മാത്രം അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ എന്ത് തീരുമാനമെടുത്താലും ദേവികയുടെ തീരുമാനം പോലെയിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. മാധവ് പറഞ്ഞതും, അത് ശരിയാ മാധവ് നീ പറഞ്ഞത്. ഞാൻ ചിന്തിച്ചില്ല. നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. എന്തായാലും ദേവിക വരികയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുക തന്നെ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലേ? സന്ദീപ് പറഞ്ഞുകൊണ്ട് മാധവിന്റെ കയ്യിൽ പിടിച്ചു. അല്ലാതെ പിന്നെ, എന്തായാലും നമ്മൾ ഇത്ര ആളുകളില്ലേ, എന്ത് വന്നാലും നമ്മൾ നേരിടും, മാധവ് പറഞ്ഞു. അവർ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങിയതും സച്ചിദേവ് ചിരിയോടെ സന്ദീപിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന മാധവിനെയും സന്ദീപിനെയും കണ്ടതും അവന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ഇതുവരെ സന്ദീപ് മാധവിനോട് സംസാരിക്കുന്നത് ഒന്നും കണ്ടിട്ടില്ല. ഇതിപ്പോൾ ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന അവരെ കണ്ടതും അവന്റെ മുഖം ഇരുണ്ടു. മാധവിന്റെ മുഖം കാണുമ്പോൾ, അവന്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഇന്നലെ രാത്രി കണ്ട ദൃശ്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് വന്നു. ആ ദേഷ്യം മുഴുവനും അവൻ സ്റ്റിയറിംഗിൽ തീർത്തു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.